ഹലോ, ഞാൻ ദേ ഇവിടെ വന്നത് ഇങ്ങനെ പഠിക്കാനായിട്ടൊക്കെ വന്നിരുന്നപ്പോഴാണ് ഞാൻ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ലോങ് വീഡിയോ ആണ് കേട്ടോ. അതായത് ഇപ്പം നമ്മുടെ എക്സാമിൻ്റെ ഒക്കെ ടൈമല്ലേ, SSLC എക്സാമിൻ്റെയും അതിൻ്റെയൊക്കെ ടൈമല്ലേ. ഇപ്പോൾ ഒരുപാട് കുട്ടികൾ എക്സാമിന് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളൊരു ടൈമാണ്. അപ്പോൾ എൻ്റെ SSLC എന്ന് പറഞ്ഞാൽ ശോകമായിരുന്നു കേട്ടോ. കാര്യം എനിക്ക് അസുഖങ്ങളൊക്കെ ആയിട്ട് എക്സാം എഴുതണ്ടാന്ന് വരെ ടീച്ചർമാർ പറഞ്ഞിട്ട് ഞാൻ പോയി എഴുതി. പക്ഷേ ഫസ്റ്റ് ചാൻസിൽ പാസ്സായി എന്ന് പറഞ്ഞ് പിന്നെ +2 ഹൈ ലെവൽ മാർക്കോ അങ്ങനെയൊന്നുമില്ലായിരുന്നു. ഞാൻ പലപ്പോഴും എനിക്ക് അസുഖങ്ങളും കാര്യങ്ങളുമൊക്കെ പനി, ശ്വാസം മുട്ടൽ ഇതുപോലുള്ള അസുഖങ്ങൾ എന്നെ നിത്യനിരന്തരമായി പിടികൂടുന്ന ഒരാളായിരുന്നു ഞാൻ. എനിക്ക് ഇമ്മ്യൂണിറ്റി തീരെ കുറവാണ്. +2-നായാലും ഒക്കെ ഏകദേശം അതേ ഒരവസ്ഥയാണ്. പിന്നെ +2 ഞാൻ വീണ്ടും എഴുതി പാസ്സായി. എന്തായാലും എനിക്ക് കുഴപ്പമില്ല, ഡിഗ്രിയൊക്കെ ഫസ്റ്റ് ചാൻസിൽ പാസ്സായി കേട്ടോ. അങ്ങനെയുള്ളൊരു ലൈഫാണ് എൻ്റെ. ഞാൻ പറയാൻ വന്നതൊന്നുമല്ല, നമ്മൾ സ്കൂളിൽ ഇപ്പോൾ പഠിക്കുന്ന പിള്ളേർ അവരെത്ര മാർക്ക് കിട്ടുന്നു, അവർക്ക് എങ്ങനെ കിട്ടുന്നു എന്നുള്ളത് നമ്മുടെ പാരൻസിനെ നമുക്ക് കുറ്റം പറയാം വേണമെങ്കിൽ, അല്ലേ? വീട്ടിൽ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണെന്ന് പറയാം, അല്ലെങ്കിൽ ട്യൂഷനെ കുറ്റം പറയുന്നവരുണ്ട്. പക്ഷെ ഇതൊന്നുമല്ല. നമ്മൾ ഒരു കുട്ടി സ്കൂളിൽ പഠിക്കാൻ പോകുമ്പം ഒരു LKG, UKG, ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഇങ്ങനെ പോകുന്ന ആ ഒരു ഇതിൽ ഇപ്പോൾ കുട്ടിയെ സ്വാധീനിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ പറയാൻ പാരൻസിൻ്റെ ഒരു ഇതും ബിഹേവിയറും കാര്യങ്ങളും ഫാമിലിയാണ് കുട്ടിയെ കൂടുതൽ സ്വാധീനിക്കുക എന്ന് പറയും. പക്ഷേ എന്നാലും നമ്മുടെ മക്കൾ ഏറ്റവും കൂടുതൽ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ, അതായത് ജനിച്ച് ഒരു കുറച്ച് കാലഘട്ടം കഴിഞ്ഞാൽ കൂടുതൽ നമ്മളടുത്ത് നിൽക്കുന്നേക്കാളും അവർ ലൈഫ് സ്പെൻഡ് ചെയ്യുന്നത് സ്കൂളിലാണ്, അല്ലേ? സ്കൂളിൽ പോയിരിക്കുന്നു, അവിടുത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, ടീച്ചേഴ്സുമായിട്ടാണ് കൂടുതൽ അവർ മിങ്കിൾ ചെയ്യുന്നത്, ഫ്രണ്ട്സുമായിട്ടാണ്. കുറച്ച് ഫ്രണ്ട്സിൻ്റെ ക്യാരക്ടർ അവരെ സ്വാധീനിക്കാം, ടീച്ചേഴ്സിൻ്റെ ക്യാരക്ടർ സ്വാധീനിക്കാം. ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, എനിക്കൊക്കെ ഉണ്ടായ കുറച്ച് അനുഭവങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പം പല തരത്തിലുള്ള ടീച്ചർമാരെ കണ്ടിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുക്കപ്പെട്ടിട്ടുള്ള ടീച്ചേഴ്സും ഉണ്ട്, നല്ല ടീച്ചർമാരും ഉണ്ട്. കുറച്ച് ടീച്ചർമാരെ കുറിച്ച് ഞാനും BEd ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ടീച്ചർമാരെങ്ങനെ, ഞാൻ പഠിച്ച് ഭയങ്കര മിടുക്കിയായിട്ടങ്ങ് ടീച്ചറായിട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ഇതല്ല. പക്ഷേ ഈ പഠിപ്പിക്കുന്ന ടീച്ചർമാരെല്ലാം തന്നെയും നല്ല പഠിച്ച് നല്ല ഇതിൽ വന്ന് BEd ഒക്കെ എടുത്ത് പഠിപ്പിക്കുന്നവരായിരിക്കാം, ഇല്ലേ? അവരുടെയൊക്കെ ഓരോ ക്യാരക്ടറുകൾ പറയുവാണ്. കാര്യം ഞാൻ പറയാം, എനിക്ക് 5ാം ക്ലാസ്സിലൊരു സോഷ്യൽ സയൻസ് പഠിപ്പിക്കാൻ ടീച്ചറുണ്ടായിരുന്നു. നല്ല ടീച്ചറായിരുന്നു. ടീച്ചറിൻ്റെ ക്ലാസ്സിൽ എത്ര നമുക്ക് ഉറക്കം വന്നാലും നമ്മൾ ശ്രദ്ധിച്ചിരിക്കും. അത്രയും കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് നമുക്ക് ശ്രദ്ധിച്ച് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ടീച്ചറായിരുന്നു. ടീച്ചറിൻ്റെ ഫൈനൽ എക്സാമിന്, അതായത് 5ാം ക്ലാസ് ഫൈനൽ എക്സാമിന് ക്രിസ്മസ് എക്സാമിനാണെന്ന് തോന്നുന്നു, നല്ല ഓർമ്മയുണ്ട്. നമുക്ക് ഓപ്ഷനുണ്ട്, A or B എഴുതിയാൽ മതി, പാരഗ്രാഫൊക്കെ. ഞാനതെല്ലാം അറ്റൻഡ് ചെയ്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇപ്പോഴും. അതുപോലെ തന്നെ സാറുണ്ടായിരുന്നു, 7ാം ക്ലാസ്സിലൊരു ശശികുമാർ സാർ, ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ. സാറ് നല്ല സൂപ്പറായിട്ട് പഠിപ്പിക്കും. സാറിൻ്റെ ക്ലാസ്സിൽ എല്ലാ കുട്ടികളെയും ഒരുപോലെ കാണുന്ന ഒരു സാറാണ്. ഇന്ന കുട്ടിക്ക് ഇന്ന ഇത് അങ്ങനെയാണ് എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ എല്ലാവരെയും ചെയ്ത് പഠിപ്പിക്കുന്നൊരു സാറായിരുന്നു. അതുപോലെ പിന്നെ പഠിപ്പിക്കാനുണ്ടായിരുന്ന ടീച്ചറിൻ്റെ പേര് പറയാം. എന്ന് വെച്ചാൽ ഒരു സയൻസ്, ഗംഗാധരൻ എന്നാണ് സാറിൻ്റെ പേര്. നമ്മുടെ സയൻസ് പഠിപ്പിച്ച 5ാം ക്ലാസ്സിൽ സാറും നല്ലൊരു സാറായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. സാറിനെയൊക്കെ ഞാനൊക്കെ ഇപ്പോഴും ഓർക്കാറുണ്ട്. നല്ലൊരു സാറ്, നല്ല രീതിയിൽ കുട്ടികളെ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് ലോ ലെവൽ തൊട്ട് ഹൈ ലെവൽ തൊട്ട് ലോ ലെവൽ വരെയുള്ള കുട്ടികളെയും പരിഗണിച്ചുകൊണ്ട് പഠിക്കുന്നൊരു സാറായിരുന്നു. ഇനി പറയാൻ വരുന്നത്, ഞങ്ങൾക്ക് 5ാം ക്ലാസ്സിൽ തന്നെ 5ാം ക്ലാസ്സും 6ാം ക്ലാസ്സും നമുക്ക് കണക്ക് പഠിപ്പിക്കാനും സയൻസ് പഠിപ്പിക്കാനും ഒക്കെ ടീച്ചറുണ്ടായിരുന്നു. സയൻസ് ഗംഗാധര സാറ്, കണക്ക് പഠിപ്പിക്കാനായിട്ടൊരു ടീച്ചറുണ്ടായിരുന്നു 5ാം ക്ലാസ്സിൽ. 6ാം ക്ലാസ്സിലും ഈ സെയിം വ്യക്തി തന്നെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇതുപോലെ ഒരു ടീച്ചറിനെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. കാര്യം വേറൊന്നുമല്ല, ടീച്ചറിന് പഠിക്കുന്ന കുട്ടികളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് 5ാം ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ബേസ് കിട്ടുന്ന ഒരു ടൈമാണ്. 1ാം ക്ലാസ് തൊട്ടേ ഉണ്ട്. എന്നാലും ഈ ഹരിക്കാനും ഗുണിക്കാനും ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് നല്ല രീതിയിൽ കെയർ കൊടുത്ത് പഠിപ്പിക്കേണ്ട ഒരു ടൈമാണ് ഇത്. ടീച്ചറിന് അതിനൊന്നും സമയമില്ല. ടീച്ചർ തെറ്റിച്ച് കഴിഞ്ഞാൽ ഏത് കുട്ടിയാണെങ്കിലും അടിക്കണ്ട നുള്ളണ്ടെന്നൊന്നും പറയുന്നില്ല. നമുക്ക് കുട്ടികളോടൊരു ബിഹേവിയറുണ്ട്. നമ്മളൊരു വിഷയത്തെ ഒരു കുട്ടി ഇഷ്ടപ്പെടുന്നതും വെറുക്കുന്നതും എല്ലാം ആ കുട്ടിക്ക്
ആ വിഷയം ഇഷ്ടപ്പെടാൻ ഒരു ടീച്ചർ കാരണം ഒരു കുട്ടി ഒരു വിഷയത്തിൽ ചിലപ്പോൾ ഇഷ്ടപ്പെടാം. ഇല്ലേ? ഞാൻ പറയുന്നത് കറക്റ്റ് അല്ലേ? ഇപ്പം മാത്സ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഒരു കുട്ടിക്ക് ഭയങ്കര ടഫായിരിക്കാം. ആ കൊച്ച് 1-ാം ക്ലാസ് തൊട്ട് പഠിക്കുന്ന ഒരു 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 പരിധി ഒരു ക്ലാസ് ഏകദേശം ഒരു ക്ലാസ് വരെ എത്തുമ്പം കൊച്ചു ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു ടീച്ചറായിരിക്കാം ആ മാത്സ് വെറുത്ത കുട്ടിക്ക് മാത്സ് ഇഷ്ടപ്പെടാനും മാത്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിനോട് ഒരുപാട് തോന്നാനും മാർക്ക് മേടിക്കാനും കാരണമാകുന്നത് ചിലപ്പോൾ ഒരു ടീച്ചറായിരിക്കാം. ആ ഒരു ടീച്ചറിൻ്റെ കരുതലും സ്നേഹവും പറഞ്ഞു കൊടുക്കുന്ന രീതിയുമായിരിക്കും ആ ഒരു സബ്ജക്റ്റിനോടുള്ള ഇഷ്ടം. ഇപ്പോൾ ഇംഗ്ലീഷ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, ഏത് സബ്ജക്റ്റ് ആയാലും നമ്മളെ ഒരു വ്യക്തിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരിത് നമുക്ക് എത്രത്തോളം നമ്മുടെ പഠനത്തെ സ്വാധീനിക്കും എന്നുള്ള ഒരു ബേസിക്കായിട്ടുള്ളൊരിതാണല്ലേ. അപ്പം ഈ മാത്സ് ടീച്ചറിനെ സംബന്ധിച്ച് ടീച്ചറിനെ ഏറ്റവും വെറുക്കാനുണ്ടായ ഒരു കാര്യം പറഞ്ഞില്ല. ഞാൻ 5-ാം ക്ലാസ്സിൽ പഠിക്കും ടീച്ചറിൻ്റെ ബിഹേവിയർ തന്നെ എനിക്കിഷ്ടമല്ല കേട്ടോ. ബാക്കി കുട്ടികളുടെ കാര്യം എനിക്കറിയില്ല. 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിൽ പഠിച്ച രാജലക്ഷ്മി എന്ന് പറഞ്ഞൊരു കുട്ടി ഇന്ന് ഒരിടത്ത് വർക്ക് ചെയ്യുന്നുണ്ട് നേഴ്സായിട്ട്. അപ്പോൾ അവൾ 5-ാം ക്ലാസ്സിൽ വെച്ച് അവൾ പീരീഡ്സായി. അപ്പം എനിക്ക് തോന്നുന്നു ഞാനും 5-ാം ക്ലാസ് ഫൈനൽ എനിക്ക് 5-ലോ 6-ലോ ആണെന്ന് തോന്നി ഇൻസിഡൻറ്റ് നടക്കുന്നത്. ഞാനും ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ അറിഞ്ഞ് വരുന്ന ഒരു ടൈമായിട്ടേ ഉള്ളൂ. അപ്പോൾ എനിക്കറിയില്ല കറക്റ്റായിട്ട്. അപ്പം ഈ ടീച്ചർ ഒരു വൈകുന്നേര സമയം കൊച്ചിന് പെട്ടെന്ന് ക്ലാസ്സിൽ ഇരുന്ന് ബ്ലീഡിങ് ആയി. അപ്പോൾ ഇവിടെ ഓടിപ്പോയി ടീച്ചറിൻ്റെ അടുത്ത് രഹസ്യമായിട്ട് പറയുവാണ്, ടീച്ചറെ എനിക്കിങ്ങനെ ബ്ലീഡിങ് ആയി എന്നവൾ പറയുന്നുണ്ട്. ഇതെല്ലാം ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കുവാണ്. ഈ ടീച്ചർ പെട്ടെന്ന് ക്ലാസ്സിൽ ബോയ്സും ഗേൾസും ഉണ്ട്. ഗേൾസ് സ്കൂളാണെങ്കിൽ പോലും ഞാൻ പഠിച്ച പട്ടം ഗേൾസിലാട്ടോ, ഗേൾസ് സ്കൂളിലാണെങ്കിൽ പോലും ആ ടീച്ചർ പെട്ടെന്ന് ക്ലാസ്സിൽ എല്ലാവരും ഇരിക്കവേ ഉറക്കെ ചോദിക്കുവാണ്, എടി നീ ഇത്രയും പെട്ടെന്ന് ആയോടി? എന്നിട്ടൊരുമാതിരി ആക്ഷേപത്തോടു കൂടിയുള്ളൊരു ചോദ്യവും ചിരിയും എല്ലാം കണ്ടപ്പോൾ ഈ കൊച്ചങ്ങ് വല്ലാണ്ടായി. അവളങ്ങ് ഉരുകിപ്പോയെന്ന് പറഞ്ഞൊരവസ്ഥയായി. ഇപ്പം എനിക്കതാണ് വേണ്ടത്. അന്ന് എൻ്റെ മനസ്സിലത് ഇതായി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടീച്ചർ ഇങ്ങനെ പെരുമാറാവോ ഒരു കുട്ടിയോട് എന്നുള്ള ഒരിത് എൻ്റെ മനസ്സിൽ തോന്നി. അങ്ങനെ ആ ഒരു ടീച്ചർ, അതുപോലെ ഒരുപാട് ടീച്ചർമാർ, അതുപോലെ ഞങ്ങൾക്ക് 8-ാം ക്ലാസ്സിൽ പഠിപ്പിക്കാനൊരു ടീച്ചറുണ്ടായിരുന്നു. പറയാതിരിക്കാൻ വയ്യ. ടീച്ചർ ബുക്കിൻ്റെ ഇടയിൽ ഗൈഡ് കയറ്റി വെച്ചിട്ടാണ് ടീച്ചർ പഠിപ്പിക്കുന്നത്. അതെല്ലാം എന്ന് വെച്ചാൽ ടീച്ചറിന് പറ്റൂലെങ്കിൽ ടീച്ചറിന് എന്ത് ചെയ്യാം, ടീച്ചറിനെ കളഞ്ഞിട്ട് പോവാം, ജോലിയിൽ നിന്ന് കളഞ്ഞിട്ട് പോവാം. പക്ഷെ അങ്ങനെ ടീച്ചർ ഇതിൻ്റെ ഇടയിൽ ഗൈഡ് കയറ്റി വെച്ചിട്ട് ടീച്ചർ അത് നോക്കിയിട്ട് രഹസ്യമായിട്ട് അത് നോക്കിയാണ് ടീച്ചർ ഞങ്ങളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ നമ്മളെ പഠിപ്പിച്ച ഒരുപാട് ടീച്ചർമാരെ കഥയുണ്ട്. ഞാൻ പറയാൻ വരുന്നത് ഒരു ടീച്ചറിൻ്റെ ബിഹേവിയർ ഒരു കുട്ടി എത്രമാത്രം സ്വാധീനിക്കും. ഇപ്പോൾ ആരെങ്കിലും ഇത് കേൾക്കുന്നവരുണ്ട്, ഇപ്പോൾ ഇനിയിപ്പം നമ്മൾ ടീച്ചർമാരായിട്ട് ജോലിക്ക് കയറാനിരിക്കുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ ടീച്ചർമാരായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ടാവാം. എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ക്ലാസ്സിലൊരു കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിയുടെ പോരായ്മകൾ അറിഞ്ഞ് ആ കുട്ടിക്ക് എവിടെയാണ് പോരായ്മ എന്നറിഞ്ഞ് നമ്മൾ ആ കുട്ടിയെ അതിൽ നിന്ന് മാറ്റി കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാണ്ട് നമ്മൾ 1-ാം ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് എങ്ങനെ ബേസ് കൊടുക്കുന്നു. എൻ്റെ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞാൽ 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് എല്ലാ സബ്ജക്റ്റിനും ഫുൾ മാർക്ക് എന്നുള്ളൊരിതാണ്. സ്ലേറ്റിലാണ് എഴുതുന്നത്. എനിക്ക് നല്ല ഉറപ്പുണ്ട്, എനിക്ക് നല്ല മാർക്കുണ്ട്. അന്ന് 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പം എനിക്ക് 1 മാർക്ക് കുറച്ചിട്ട് ഞങ്ങളെ റിലേറ്റീവ് ഒരു ടീച്ചർ അവിടെ ഉണ്ടായിരുന്നു. ടീച്ചർ വന്ന് പറഞ്ഞു എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് കൊള്ളത്തില്ല എന്നാണ് പറഞ്ഞത്. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഹാൻഡ് റൈറ്റിങ്ങിന് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നു. അതും ഗവൺമെൻറ് സ്കൂളാണ്. CBSE ആണെങ്കിൽ പിന്നെയും പറയാം അവരങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. ഇമ്പോർട്ടൻ്റ് കൊടുത്തു എന്നുള്ള ആലോചിക്കണം. എന്നിട്ട് ആ സ്കൂളിൽ ഒരു സാറിൻ്റെ അനിയൻ്റെ മോൾക്ക് ഫുൾ മാർക്ക്, പിന്നെ വേറൊരു കുട്ടിക്ക് ഇച്ചിരി കൂടെ കാണാനൊക്കെ നല്ല സുന്ദരിയായ ഒരു കുട്ടിക്ക് ഫുൾ മാർക്ക്, എനിക്ക് 49 മാർക്കോ 48 മാർക്കോ ഇട്ട് ഞാൻ എന്നിട്ട് ആ ടീച്ചർ വന്ന് ഇതിന് ഇത് പറയണമല്ലോ, ന്യായീകരണം പറയണമല്ലോ, ഹാൻഡ് റൈറ്റിങ് പറഞ്ഞു. അന്ന് 1-ാം ക്ലാസ് തൊട്ട് അപ്പോൾ എനിക്ക് 1-ാം ക്ലാസ്സിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. കാര്യം ഞാൻ സ്കൂൾ ഫസ്റ്റ് ആവേണ്ട സ്ഥാനത്ത് വേറൊരാൾ സ്കൂൾ ഫസ്റ്റ് ആയി എന്ന് പറഞ്ഞപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ 1-ാം ക്ലാസ് തൊട്ട് 4-ാം ക്ലാസ് വരെ പലപ്പോഴും നമ്മൾ ടീച്ചർമാരിൽ നിന്നും ഉണ്ടാകുന്ന ഓരോരോ ഇത് എന്നുവെച്ചാൽ നമുക്ക് കഴിവുണ്ട്, പഠിക്കാനുള്ള കഴിവുണ്ട്, പക്ഷേ നമ്മളെ ആരും ഇത് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ടോ. ഇപ്പം മാത്സ് എനിക്ക് ഭയങ്കര ടഫായിട്ടുള്ള സബ്ജക്റ്റാണ്.
അപ്പം മാത്സ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ്, അല്ലെങ്കിൽ ഈ ഫിസിക്സ് കെമിസ്ട്രി എന്ന് പറഞ്ഞ സബ്ജക്റ്റ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആയിക്കോട്ടെ, നമ്മളൊരു കുട്ടിയെ പേടിപ്പിച്ച് നമ്മൾ അതിൽ പഠിപ്പിക്കാൻ ശ്രമിക്കും. കൊച്ചിലെ തൊട്ടേ അതിനെ പേടിപ്പിച്ച് ആ ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പിന്നെ എപ്പോഴും ആ കൊച്ചിന് ആ സബ്ജക്റ്റിനോടൊരു ഭയമായിരിക്കും. ആ സബ്ജക്റ്റ് പിന്നെ ജീവിതകാലം മുഴുവനും ആ കുട്ടി ആ സബ്ജക്റ്റ് വെറുക്കാൻ ആദ്യം മതി. പക്ഷെ അങ്ങനെയല്ല. ആ കുട്ടിക്ക് ഇപ്പം മാത്സ് പഠിക്കാനായിട്ട് പല ട്രിക്കുകൾ ഉപയോഗിച്ച് എന്നെ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അന്നൊക്കെ എനിക്ക് ഭയങ്കരമായ തലയിൽ കയറാനുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും പോരായ്മയുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, എനിക്ക് എൻ്റെ ഇൻ്റലിജൻസിൽ എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെയൊന്നും നമ്മളതൊക്കെ കണ്ടുപിടിക്കും. കുട്ടി പഠിക്കുന്നില്ല എന്ന് പറയുമ്പോൾ കുട്ടിയെ എടുത്തിട്ട് അടിച്ചിട്ടോ, അല്ലെങ്കിൽ ആ കുട്ടിയുടെ അടുത്ത് നമ്മൾ ഹാർഷായിട്ട് പെരുമാറിയിട്ടോ, അല്ലെങ്കിൽ നീ മണ്ടനാണ്, നീ മണ്ടിയാണ്, മറ്റവൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, അന്ന് എനിക്ക് എൻ്റെ ലൈഫിൽ അതുപോലെ നമ്മൾ കുട്ടികളെ ഒരിക്കലും താരതമ്യപ്പെടുത്താനും പാടില്ല. എൻ്റെ ലൈഫിൽ എനിക്ക് ഫസ്റ്റ് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ്, എന്നെ മാത്സ് പഠിപ്പിക്കാനായിട്ട് ഇരുത്തുന്നു. അപ്പം കുറച്ച് ചോക്ലേറ്റോ എന്തൊക്കെ സാധനങ്ങളൊക്കെ വെച്ച് എന്നെ ഇങ്ങനെ കൗണ്ട് ചെയ്തൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കത് പഠിച്ചിട്ട് എനിക്ക് എൻ്റെ ഈ മൈൻഡിൽ കയറുന്നില്ല. കാര്യം എനിക്ക് വേറെ സബ്ജക്റ്റിനോടായിരിക്കും ചിലപ്പോൾ ഇൻട്രസ്റ്റ്. അപ്പം എൻ്റെ കൂടെ എൻ്റെ ഒരു ബ്രദറിനെ, എൻ്റെ ഒരു കസിനെ പിടിച്ചിരുത്തി പുള്ളിക്കാരൻ ഇതെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ആ പുള്ളിക്കാരനെ കുറച്ചും കൂടി ഇത് ചെയ്ത് പ്രോത്സാഹിപ്പിച്ച് പുള്ളിക്കാരൻ ഈ ചോക്ലേറ്റൊക്കെ കൊടുത്ത്. അപ്പോൾ എനിക്ക് അന്ന് കൊച്ചാണ് ഞാൻ, എൻ്റെ മനസ്സിനകത്ത് അത് വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കി. കാര്യം എന്നെക്കൊണ്ട് പറ്റുന്നില്ല, അവനെക്കൊണ്ട് പറ്റുന്നുണ്ട്, അതെന്താണ് എനിക്ക് പറ്റാത്തത് എന്നൊക്കെ ഞാൻ അന്ന് ചിന്തിച്ചു. കാര്യം അന്ന് ഞാൻ 3-ാം ക്ലാസ്സിലോ 2-ലോ 3-ലോ 4-ലോ എന്തായാലും 4-ാം ക്ലാസ്സൊന്നും ആയിട്ടില്ല, 3-ാം ക്ലാസ്സിലോ മറ്റോ ആണ്. അപ്പം അന്ന് ഞാനതിങ്ങനെ ചിന്തിക്കുന്നു, എന്തുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്നില്ല, അവനെക്കൊണ്ട് പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്ക് നീ മണ്ടിയാണ് എന്നെൻ്റെ അടുത്ത് പറയുകയും കൂടെ ചെയ്തപ്പോൾ, മണ്ടി എന്നെന്നെ വിളിക്കുകയും കൂടെ ചെയ്തപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം ഉണ്ടായി. അങ്ങനെയുള്ള എൻ്റെ ലൈഫിലുണ്ടായ കുറേ ഈ നമ്മൾ ഇപ്പം ഭയങ്കരമായിട്ടുള്ള അറിവ് നേടി പഠിച്ച് ഇത് കഴിഞ്ഞ് നമ്മൾ ആ ഒരു ഇത് വെച്ച് നമ്മൾ ഒരു ജോലി കയറി, അങ്ങനത്തെ അല്ല. നമ്മുടെ ലൈഫിൽ കുറച്ച് അനുഭവങ്ങളും കൂടെ ഉണ്ടായിരിക്കണം. ആ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് മറ്റൊരാളുടെ എങ്ങനെ പെരുമാറണം. അല്ലെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ പഠിച്ചിട്ടൊരു സ്കൂളിൽ കയറി എന്ന് വെച്ചോ, എനിക്കറിയാൻ എനിക്ക് എന്തൊക്കെ അനുഭവങ്ങളാണ് ഒരു ടീച്ചറിൽ നിന്നുണ്ടായത്, ഇപ്പം എന്തൊക്കെ ഇത് കുട്ടികൾക്കുണ്ടാവാം, മനസ്സിലായില്ലേ? അതെല്ലാം നമുക്കെങ്ങനെ ഒരു കുട്ടിക്ക് ഇപ്പം മാത്സായ ഇംഗ്ലീഷായാലും ആ കുട്ടിക്ക് അതിലേത് ഭാഗത്തായിരിക്കാം കുട്ടിക്ക് പ്രശ്നം ഉണ്ടാകുക, കുട്ടിക്ക് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എല്ലാം നമ്മളെന്ത് ചെയ്യും, ചിന്തിച്ച് കണ്ടുപിടിച്ച് ആ കുട്ടീനെ അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റും. അല്ലാതെ ഞാൻ ആ കുട്ടിയോട് ക്ലാസ്സിൽ മൊത്തം കുട്ടികളുടെ മുമ്പിൽ വെച്ച് ആ കുട്ടിയെ മണ്ടനാണെന്ന് വിളിച്ച് കളിയാക്കുമോ, അല്ലെങ്കിൽ നിന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറയുകയോ ചെയ്യുമ്പോൾ അവൻ്റെ മനസ്സിൽ തോന്നുക അവനെക്കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. ബാക്കിയുള്ളവർ പിന്നെ നിരന്തരമായി അവനെ ക്ലാസ്സിൽ വരുമ്പോൾ മണ്ടൻ എന്ന് പറഞ്ഞ് കളിയാക്കുന്നു. നമ്മുടെ മങ്കി പെണ്ണ് എന്ന് പറഞ്ഞ സിനിമയിൽ ആ പയ്യനെ എല്ലാവരും കൂടെ കണക്കിലും പുള്ളിന്ന് വിളിച്ച് കളിയാക്കുന്നുണ്ട്. അപ്പോൾ അത് അവൻ്റെ മൈൻഡിൽ എത്രമാത്രം അവനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് നമുക്ക് ആ ഫിലിം കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. നമ്മൾ ഇപ്പം നിങ്ങളെ കേട്ടോണ്ടിരിക്കുന്ന ടീച്ചേഴ്സ് കാണും, പാരൻസ് കാണും, അല്ലെങ്കിൽ സ്റ്റുഡൻസ് കാണും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്നവരാണെങ്കിൽ കുട്ടികളോട് നമ്മൾ ബിഹേവ് ചെയ്യുന്ന രീതിക്ക് അനുസരിച്ചിരിക്കുക. അവർ നമ്മളോട് തിരിച്ചു തരുന്ന റെസ്പെക്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ ബിഹേവിയറിലുണ്ടാകുന്ന മാറ്റങ്ങളായിക്കോട്ടെ. ഒരു കുട്ടി സ്കൂളിൽ വന്നിട്ട് അവൻ ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് ടീച്ചറിൻ്റെ പോരായ്മയായിട്ട് പറയാം. അതിപ്പോൾ വലിയ ക്ലാസ്സിലെ കുട്ടിയാണെങ്കിൽ കൊച്ചു ക്ലാസ്സിൽ 1-ാം ക്ലാസ് തൊട്ട് പഠിപ്പിക്കുന്ന ടീച്ചർമാരുടെ പോരായ്മയാണ് ഈ കുട്ടി വലിയ ക്ലാസ്സിലായിട്ടും ക്ലാസ്സിലിരുന്ന് ബഹളം വയ്ക്കുന്നുണ്ടെങ്കിൽ. മനസ്സിലായില്ലേ? കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കുക, കുട്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, അവനെന്തെങ്കിലും ഇതുണ്ടോ, എല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് കുട്ടികളെ കൊണ്ട്. പാരൻസ് ആയാലും അതുപോലെ തന്നെ മറ്റുള്ള കുട്ടികളുടെ മാർക്ക് വെച്ച് താരതമ്യപ്പെടുത്തുക, അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളെ ഇരുത്തി നമ്മുടെ കുട്ടിയും കൂടെ പഠിപ്പിക്കുമ്പോൾ മറ്റുള്ള കുട്ടിയെ പൊക്കി പറയുക. അപ്പോൾ അത് നമ്മുടെ കുട്ടിക്ക് ഒരുപാട് എത്രമാത്രം അവരുടെ മൈൻഡ് ഹർട്ടാവുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കത്തില്ല. അവർ വിചാരിക്കും നമ്മളെ മോനെ മറ്റൊരു കുട്ടിയായിട്ട് താരതമ്യപ്പെടുത്തി നീ മണ്ടനാണെന്ന് പറയുമ്പോൾ എന്നാൽ അവനെക്കാട്ടും കുറച്ച് കൂടുതൽ ഇനി എന്നെ കളിയാക്കാതിരിക്കാൻ വേണ്ടി മേടിക്കാമെന്ന് വിചാരിക്കും. അല്ല, അത് അവരെ വേറെ നെഗറ്റീവായിട്ടായിരിക്കും ചിലപ്പോൾ അവരെല്ലാം അഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. ഞാൻ എന്തൊക്കെയോ അങ്ങ് പറഞ്ഞു പോയി. അപ്പം ഇത് നമ്മളൊരു ഇൻഫർമേഷനായിട്ട് ഞാൻ ഇട്ടതാണ്. എനിക്ക് അനുഭവങ്ങൾ
കുറച്ച് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. ഞാൻ ടീച്ചർമാരുടെ പേരുകളൊന്നും ഇവിടെ അധികം പറയാത്ത, ഈ മോശമായിട്ട് നമ്മളോട് ബിഹേവ് ചെയ്ത ഒരുപാട് പേരുണ്ട് ഇവിടെ പറയുകയാണെങ്കിൽ. നമ്മളോടല്ല, സ്കൂളിൽ ക്ലാസ്സിലെ പിള്ളേരോട് ബിഹേവ് ചെയ്ത ഒരുപാട് ടീച്ചർമാരുണ്ട്. അതുപോലെ എനിക്ക് പ്രത്യേകം പറയാനുള്ള ഒരു ടീച്ചറിൻ്റെ പേര് പറയുന്നത് താര എന്ന് പറഞ്ഞൊരു ടീച്ചർ. ചെമ്പഴന്തി സ്കൂളിൽ SNGHS ചെമ്പഴന്തി താര എന്ന് പറഞ്ഞൊരു ടീച്ചർ മലയാളം പഠിപ്പിക്കാറുണ്ടായിരുന്നു. ആ ടീച്ചറിനൊക്കെ എന്തിനാണ് സ്കൂളിൽ പഠിപ്പിക്കാൻ എടുത്തതെന്ന് പോലും ടീച്ചർ ക്ലാസ്സിൽ വന്ന് സംസാരിക്കുന്ന ടീച്ചറിൻ്റെ ഫസ്റ്റ് നൈറ്റ്, പിന്നെ ടീച്ചറിന് ആ സ്കൂളിൽ വേറൊരു സാറിനോടുള്ള ആ അടുപ്പം കൊണ്ട് മറ്റുള്ള കുട്ടികളെ യൂസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല കേട്ടോ. സാറിനോട് ടീച്ചറിൻ്റെ ഇഷ്ടം പോയി പറയിക്കാൻ ശ്രമിക്കുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ടീച്ചറും HM തമ്മിലുള്ള പ്രശ്നം, ആ പ്രശ്നത്തിന് നമ്മൾ പരീക്ഷാ പേപ്പറിൽ HMനെ കുറച്ച് തെറി എഴുതി വെച്ചാൽ മാർക്കിട്ട് കൊടുക്കുക, ഇങ്ങനെയുള്ള ലീലാവിലാസങ്ങളൊക്കെ ഉണ്ടായിരുന്നൊരു ടീച്ചറാണ്. ടീച്ചറിൻ്റെ പേര് ഞാൻ എടുത്ത് പറഞ്ഞു. ടീച്ചർ കേൾക്കുന്നുണ്ടെങ്കിലും കാണുന്നുണ്ടെങ്കിലും എനിക്ക് പ്രശ്നമില്ല. ഇനി എനിക്ക് കൊട്ടേഷൻ കൊടുത്താലും കുഴപ്പമില്ല. കാര്യം ടീച്ചറിനെ കുറിച്ച് പറയാതിരിക്കാമേ. ഞാൻ 10ാം ക്ലാസ് വരെ ആ ടീച്ചറിനെ സഹിച്ചത് കൊണ്ട് എനിക്ക് 10ാം ക്ലാസ്സിൽ മാർക്ക് കുറവാണ്. കാര്യം എനിക്ക് ആ സബ്ജക്റ്റ് ടീച്ചറിനെ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. താര ടീച്ചർ എന്ന് പറഞ്ഞൊരു വ്യക്തി എനിക്ക് അത്ര വലിയ താല്പര്യമില്ലായിരുന്നു. പിന്നെ സംസ്കൃതമായിരുന്നു 8ാം ക്ലാസ് വരെ. അവിടെ ചാടി മലയാളത്തിലോട്ട് വന്നപ്പം ഗ്രാമർ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൂടി കുഴഞ്ഞ് എനിക്ക് ഗ്രാമർ വലിയ ഇൻട്രസ്റ്റ് തോന്നിയില്ല. പക്ഷേ മലയാളത്തിനോട് വലിയ ഇഷ്ടമായിരുന്നു. പദ്യം, മലയാളം വായിക്കാനും പഠിക്കാനും. SSLC പരീക്ഷയ്ക്കൊക്കെ ഞാൻ അവസാനമാണ് പാത്തുമ്മയുടെ ആടൊക്കെ പഠിച്ചിട്ട് പോയി പരീക്ഷ എഴുതുന്നത്. അങ്ങനെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസുകൾ. അപ്പം നമ്മൾ ഇത്രയൊക്കെ ഉള്ളൂ. ശരിയെന്നാൽ.